രാത്രിയിലേക്കും കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മീനിനെ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? നമ്മൾ ഇതിനെ പുയ്യാപ്പിള എന്നാ പറയാ. ശരിക്കും പുതിയാപ്പിള എന്നാണ് നമ്മൾ, പക്ഷെ പണ്ടേ ഷോട്ടുകാരായതുകൊണ്ട് പുയ്യാപ്പിള എന്ന് പറയും. എന്നാൽ രജിയുടെ വീട്ടിലൊക്കെ ഇതിനെ കിളിമീൻ എന്നാണ് കേട്ടോ പറയാറ്. നമ്മൾ രണ്ടും കണ്ണൂരാരാണെങ്കിലും ഒന്ന് അങ്ങേ തലക്കും ഒന്ന് ഇങ്ങേ തലക്കും പോലെയാണ്. ഏകദേശം ഒരു 10-45 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമ്മളെ രണ്ട് വീടും തമ്മിൽ. നമ്മളെ ഫുഡിലും വർത്തമാനത്തിലൊക്കെ കുറേ ഡിഫറൻസ് ഉണ്ട്. പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ എന്താ പുയ്യാപ്പിളിനെ പറ്റി. എനിക്ക് കുഞ്ഞു പുയ്യാപ്പിളയാണ് കേട്ടോ ഇഷ്ടം. അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇവിടുത്തെ ഭയങ്കര വലിയ സൈസുമാണ്, ഒടുക്കത്തെ സ്മെല്ലുമാണ്. അതിൻ്റെ സ്മെല്ല് കിച്ചണിൽ മാത്രമല്ല മൊത്തം പരന്നിട്ടുണ്ടായിന്. സിങ്ക് 5-6 വട്ടം കഴുകിയിട്ടും അതിന് സ്മെല്ല് പോകുന്നുണ്ടായിട്ടില്ല. ഇന്ന് മീൻ മുറിക്കലും കഴുകലൊക്കെ പുറത്തുനിന്ന് തന്നെയാണ്, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷെ ഇവിടുന്ന് എന്താ വേറെ നിവർത്തിയില്ലല്ലോ. ഒരു വലിയ മീനെടുത്ത് ഞാൻ 2 കഷ്ണാക്കി നമുക്ക് 2 പേർക്ക് മീൻ വറുത്തതും വസൂട്ടിൻ്റെ ഒരു ചെറിയ പീസും എടുത്ത് ഞാൻ മീൻ വറക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ മുളിച്ചും വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അന്ന് പറിച്ച പച്ചമാങ്ങ കുറച്ചുണ്ട്. അപ്പോൾ പച്ചമാങ്ങയിട്ട് നമുക്ക് പുതിയാപ്പിളക്കറി വെക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും പച്ചമാങ്ങയൊക്കെ അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തിള വന്നപ്പം മീൻ കഷ്ണം ഇട്ടു. പിന്നെ മുളീശനും മീൻ വറുത്തൊക്കെ റെഡിയായി പ്ലേറ്റിൽ വെച്ച താമസേ ഉള്ളൂ. വസൂട്ടൻ നല്ല മീൻ കൊതിയനാണ് കേട്ടോ. കണ്ട അപ്പം തുടങ്ങും ഉമ്മി ഉമ്മി എന്ന് പറയാൻ. അങ്ങനെ 3 വറുത്ത മീനും വസൂട്ടനാണ് കേട്ടോ അകത്താക്കിയത്. നമ്മൾ മീൻ മുളീശനും കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.